ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് jQueryയിലെ റാപ്പ് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. jQuery റാപ്പ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത് ഒരു HTML ടാഗിന് മറ്റൊരു HTML ടാഗിൻ്റെ ഉള്ളിലേക്കായി മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്, jQuery റാപ്പ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ വെബ് പേജിൽ നമ്മളൊരു പ്രത്യേകം ടാഗുകൾ കുറച്ച് എലമെൻറ്റുകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ എലമെൻറ്റിന് അല്ലെങ്കിൽ ഈ ടാഗിനെ നമ്മൾ മറ്റൊരു ടാഗിൻ്റെ ഉള്ളിലേക്കായിട്ട്, ഉദാഹരണം ഒരു ഡിവിൻ്റെ ഉള്ളിലേക്കോ അതല്ലെങ്കിൽ ഒരു ബോൾഡ്, ഇറ്റാലിക്, അങ്ങനെ ഏതെങ്കിലും ഒരു എലമെൻ്റ് അല്ലെങ്കിൽ ടാഗിൻ്റെ ഉള്ളിലേക്കാക്കി നമുക്ക് മാറ്റി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് റാപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ റാപ്പ് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഞാനിവിടെ കുറച്ച് കോഡ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇത്രയും ഭാഗം നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടാഗുകൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളതെന്ന് ആദ്യം പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML സ്റ്റാർട്ട് ചെയ്തു. ഹെഡ് എന്ന് ചേർത്ത് കൊടുത്തു. ഇവിടെ സ്ക്രിപ്റ്റ് എന്ന് CDN ചേർത്ത് കൊടുത്തിട്ടുണ്ട്. jQuery വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ CDN ഇവിടെ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലെ ബോർഡിൻ്റെ ഉള്ളിൽ ആദ്യം P എന്നൊരു ടാഗിൻ്റെ ഉള്ളിൽ അലോ ഗേസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ രണ്ടാമത് വീണ്ടും ഒരു P എന്നൊരു ടാഗ് ചേർത്ത് കൊടുത്തിട്ട് ദിസ് ഈസ് സൂം ഈസ് ഇൻഫോ എന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് നമ്മളിവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് റാപ്പ് എന്ന മെത്തേഡ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ jQuery ആയതുകൊണ്ട് നമുക്കിവിടെ വന്ന് ഇതിനെ ഞാൻ HTML കൺവേർട്ട് ചെയ്യുന്നുണ്ട്. jQuery ആയതുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ jQuery സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഏതെന്ന രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് ഡോക്യുമെൻ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഡോക്യുമെൻ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഡോട്ട് റെഡി ഫംഗ്ഷന്, ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫംഗ്ഷന് ചേർത്ത് കൊടുത്തു. ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഫംഗ്ഷൻ്റെ ബ്രേസസ് നമ്മളിതുപോലെ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വർക്ക് ചെയ്യേണ്ടത്, ഈ റാപ്പ് ഫംഗ്ഷന് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഡോളർ സൈൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് ബട്ടണാണോ ആ ബട്ടൺ നില്ലിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ബട്ടണാണ്. ഇവിടെ ID ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ തൽക്കാലം ബട്ടണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഡോട്ട് ക്ലിക്ക്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വർക്ക് ചെയ്യേണ്ടത്, ഈ ഫംഗ്ഷന് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഫംഗ്ഷന് ചേർത്ത് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഫംഗ്ഷൻ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് വർക്ക് ചെയ്യേണ്ടത്, നമുക്ക് jQueryക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്ന് ബട്ടൺ നമ്മളിതുപോലെ ഫംഗ്ഷന് ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഏത് ടാഗിനാണോ നമുക്ക് റാപ്പ് സെറ്റ് ചെയ്യേണ്ടത് ആ ടാഗിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ആദ്യം തന്നെ നമ്മൾ ഡോളർ സൈൻ ഇട്ടു. അതിനുശേഷം നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ P എന്ന ടാഗ് ചേർത്ത് കൊടുത്തു. ഈ P എന്നുള്ള ടാഗിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, jQuery റാപ്പ് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ജസ്റ്റ് ഒരു ഡോട്ട് ഇടുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് റാപ്പ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്കിതിന് എന്ത് റാപ്പാണോ വേണ്ടത്, അതായത് നമുക്ക് എന്ത് ടാഗാണോ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അത് ചേർത്ത് കൊടുത്തു. നമ്മളിവിടെ വന്ന് ജസ്റ്റ് ഒരു ഡിവാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് ടാഗിൻ്റെ ഉള്ളിലായിട്ട് ഡിവാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ P എന്നുള്ള ടാഗിനും അതേപോലെ രണ്ടാമത്തെ ഈ P എന്നുള്ള ടാഗിനും നമ്മൾ ഡിവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് എന്ത് CSS ആഡ് ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ CSS കൊടുക്കാൻ ഞാനിവിടെ വന്ന് സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ഈ ഡിവിനാണ് ഞാനിവിടെ CSS ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിവ് എന്നുള്ള ടാഗ് ഇട്ടതിന് ശേഷം ഇതിന് ഞാൻ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഏത് കളറാണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഗ്രീൻ എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ലൈവ് സെർവർ വെച്ചിട്ട് നമുക്ക് റണ്ണ് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് ഗോ ലൈവിൽ നമ്മളിവിടെ വന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗോ ലൈവിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത് വർക്ക് ചെയ്യുവോളം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ ആൻസർ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്ത അലോ കേസ് എന്നും ദിസ് ഈസ് സൂം ഈസ് ഇൻഫോ എന്നും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ രണ്ട് P എന്നുള്ള ടാഗിന് നമ്മളിവിടെ കൊടുത്ത ഈ ഡിവ് അതിലേക്ക് അപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ടാവും. ആ ഡിവിന് നമ്മൾ ചേർത്ത് കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് കളറും ഇവിടെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ P എന്നുള്ള ടാഗിന് നമ്മൾ എന്താണോ ഇവിടെ വന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്ത ആ ഡിവ് ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ അതിൻ്റെ ആ ഡിവിന് നമ്മൾ അഡീഷണലായിട്ട് എന്തൊക്കെ CSS ആണോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ CSSഉം അതിലേക്കായിട്ട് ചേർത്ത്
ചേർന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം തന്നെ പറഞ്ഞത് എങ്ങനെ jQuery ഉപയോഗിച്ച് wrap എന്ന മെത്തേഡ് യൂസ് ചെയ്യാമെന്നാണ്. അടുത്തതായി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് wrapInner എന്ന മെത്തേഡിനെ കുറിച്ചാണ്. നേരത്തെ നമ്മൾ എന്താണോ ചെയ്തത്, അതായത് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നത് എന്താണോ അതേ രൂപത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അതേ കൺസെപ്റ്റ് തന്നെയാണ് wrapInner എന്ന മെത്തേഡിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ wrapInner വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നേരത്തെ ചെയ്ത അതേ പ്രോഗ്രാം തന്നെ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇവിടെ വന്ന് സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം jQuery ആയതുകൊണ്ട് നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ഡോക്യുമെൻറ്റ് ഡോട്ട് ബ്രാക്കറ്റ് ഇട്ടു ഡോട്ട് റെഡി ഫങ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. റെഡി ബ്രാക്കറ്റ് ഫങ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം കേളി ബ്രേസസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് ജസ്റ്റ് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ $സൈൻ ഇട്ടു. അതിനുശേഷം ബ്രാക്കറ്റ്, അതിനുശേഷം നമ്മൾ ആ ബട്ടണിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ബട്ടൺ എന്നുള്ള പേര് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്കിത് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ഡോട്ട് ക്ലിക്ക് എന്നും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷനാണോ വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ഫംഗ്ഷനാണോ വർക്ക് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ചേർത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫംഗ്ഷൻ ബ്രാക്കറ്റ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് ഏതിനാണോ നമുക്ക് wrapInner ചേർത്ത് കൊടുക്കേണ്ടത് അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ $സൈൻ ഇട്ടു. അതിനുശേഷം ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ P എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് wrapInner എന്ന് ചേർത്ത് കൊടുത്തു. wrapInner, അപ്പോൾ I എന്ന് ചേർത്ത് കൊടുത്തു. ഇനി അതിന് എന്താണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ wrapInnerൽ ഞാൻ തൽക്കാലം നേരത്തെ നമ്മൾ div ചേർത്ത് കൊടുത്തത്. ഇതിന് നമ്മൾ കുറച്ച് വ്യത്യസ്തതയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിന് എന്ത് ചെയ്യുന്നുണ്ട്, B എന്നുള്ള ടാഗാണ് ഇട്ട് കൊടുക്കുന്നത്. ബോൾഡ് എന്നുള്ള ടാഗാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ലൈവ് സെർവർ വെച്ചിട്ടൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഞാനിതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ലൈവ് സെർവറിൽ വെച്ച് നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇത് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ജസ്റ്റ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇതെന്ത് ചെയ്യും, ഈ ടാഗ് ബോൾഡായി വന്നിട്ടുണ്ടാവും. അപ്പോൾ wrapInnerഉം അതേപോലെ wrapഉം ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് wrapAll എന്നാണ് ഉപയോഗിക്കുന്നത്. സെലക്ട് ചെയ്ത എല്ലാ ടാഗിനും ഒരു പ്രത്യേക ടാഗ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്, wrapAll ഉപയോഗിക്കുന്നത്. അപ്പോൾ wrapAll വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നേരത്തെ ചെയ്ത അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇതിലും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്തൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ അതേ ചെയ്ത എന്തൊക്കെ കാര്യങ്ങളാണോ ഇതിൽ വരുന്നത് അതെല്ലാം ഇതിലും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾക്കിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് ചേർത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഡോക്യുമെൻറ്റ് ഡോട്ട് റെഡി ഫംഗ്ഷൻ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. നേരത്തെ എന്തൊക്കെയാണോ ഇവിടെ യൂസ് ചെയ്തത് അതേ രൂപത്തിൽ തന്നെയാണ് ഇവിടെയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചെറിയൊരു വ്യത്യാസം വരുന്നത് എന്തെന്ന് വെച്ചാൽ wrapAll എന്നാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രിപ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനൊരു CSS കൂടി ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് ജസ്റ്റ് സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഈ ഡിവിന് നമുക്ക് എന്താണോ സ്റ്റൈൽ വേണ്ടത് അതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഡിവിന് നമ്മൾ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് ലൈവ് സെർവർ വെച്ചിട്ടൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഗോ ലൈവിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ സ്ക്രീനിൽ ഈ രൂപത്തിൽ ആൻസർ വരും. ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന് മൊത്തത്തിലാണ്, ഈ ബോക്സിന് മൊത്തത്തിലാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. എന്നാൽ നമ്മൾ ഫസ്റ്റ് പഠിച്ച ഈ wrap ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലാണ് ആൻസർ വരുന്നത്. ഇതിന് ചുറ്റും നമുക്ക് ഓരോ ടാഗിനും ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. എന്നാൽ നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്തതിൽ ഇതിന് മൊത്തത്തിൽ ഒരു ഒറ്റ ടാഗിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഓരോ ടാഗിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഈ div അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വരുമ്പോൾ അത് മുഴുവനായിട്ടും ഒരു ടാഗിനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് അടുത്തതായി പറയാൻ പോകുന്നത് unwrap ആണ്. അതായത് ഒരു ടാഗിന് ചേർത്ത് കൊടുത്ത ടാഗിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, unwrap മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാഗിന് നമ്മൾ എന്തെങ്കിലും പ്രത്യേക ടാഗുകൾ അഡീഷണൽ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടാഗ് നമുക്കതൊന്ന് റിമൂവ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് unwrap എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ unwrap മെത്തേഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
കൊടുത്തിട്ടുണ്ട്. ഇതിൽ ടൈപ്പ് ചെയ്തതിൽ കുറച്ച് അഡീഷനായിട്ട് വന്നിട്ടുണ്ട്. ഓരോ ഡിവിൻ്റെ ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ പി എന്നുള്ള ടാഗ് അലോ ഗെയ്സ് എന്നുള്ളത് ഞാനൊരു ഡിവിൻ്റെ ഉള്ളിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ദിസ് ഇസ് സൂമിക്സ് ഇൻഫോ എന്നുള്ളത് ഞാൻ ആർട്ടിക്കിൾ എന്നൊരു എലമെൻറ്റിൻ്റെ ഉള്ളിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിന് രണ്ടിനും സെപ്പറേറ്റ് ഇവിടെ വന്ന് ഓരോന്നിനും CSS ആഡ് ചെയ്തിട്ടുണ്ട്. ഡിവിന് നമ്മൾ എന്താണോ ബാക്ക്ഗ്രൗണ്ട് കളറ് ഓറഞ്ച് എന്ന് ചേർത്ത് കൊടുത്തു. ആർട്ടിക്കിളിന് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോ ഗ്രീൻ എന്നാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് jQuery ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഡോക്യുമെൻറ്റ് ഡോട്ട് റെഡി ഫംഗ്ഷൻ, അതായത് നമ്മൾ നേരത്തെ കൊടുത്ത എന്തൊക്കെ കാര്യങ്ങളാണോ അതെല്ലാം ഇവിടെയും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിവിടെ വന്ന് അൺറാപ്പ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റാപ്പ് ആൾ എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വന്ന് അൺറാപ്പ് എന്നുള്ള മെത്തേഡിനെ കോൾ ചെയ്ത് എടുക്കുന്നുണ്ട്. അൺറാപ്പ് എന്ന് കൊടുത്തതിന് ശേഷം നമ്മളവിടെ വന്ന് അൺറാപ്പ് ചെയ്യേണ്ടത് ഏതാണ്, അൺറാപ്പ് ചെയ്യേണ്ടത് നമ്മളിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്ത് ഇതിൻ്റെ അൺറാപ്പ് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. അപ്പോൾ അതിന് അഡീഷനായിട്ട് എന്തെങ്കിലും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമുക്കിതിന്ന് ഒഴിവാക്കി വരിക. ഓക്കെ, അൺറാപ്പ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഇതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈവ് സെർവർ വെച്ചിട്ടാണ് റണ്ണ് ചെയ്യിക്കുന്നത്. അപ്പോൾ റണ്ണ് ചെയ്യിക്കുമ്പോൾ ഈ രണ്ട് ടാഗിനും നമുക്ക് ഒരു പ്രത്യേക രണ്ട് കളറുകളും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിതിന് എന്തൊക്കെ ഏത് ടാഗാണോ ഇതിന് അഡീഷനായിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണോ നമ്മൾ അഡീഷനായിട്ട് കൊടുത്തത് അതെല്ലാം ഒഴിവാക്കിയിട്ട് ഈ പി എന്നുള്ള ടാഗിനെ അവിടെ ഇൻഡിവിജ്വലായിട്ട് ആ പി എന്നുള്ള ടാഗിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണോ കൊടുത്തത് അത് മാത്രമാക്കി നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെ റാപ്പ് എന്ന jQuery മെത്തേഡും അതേപോലെ തന്നെ wrapInner എന്ന jQuery മെത്തേഡും wrapAll എന്ന jQuery മെത്തേഡും അതേപോലെ unwrap എന്ന jQuery മെത്തേഡും എങ്ങനെ ഉപയോഗിക്കാമെന്നും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ കുറച്ച് വർക്കുകൾ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.